പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമെന്ന് കോടതി. സിപിഐഎം പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരാമർശം. കോടതിയുടെ നിരീക്ഷണം അത് പ്രധാനമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇത് രാജ്യത്തിനെതിരായ അക്രമമെന്നാണ് പറയുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ, അതായത് മകളുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ റെയ്ഡിനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥർ അവർ അവിടെ നിന്ന് മടങ്ങുന്ന സമയത്താണ് ഈ 3 വാഹനങ്ങൾ വലിയ രീതിയിലുള്ള അക്രമത്തിന് ഇരയായത്. അതിൽ 2 വാഹനങ്ങൾ പൂർണ്ണമായി അടിച്ച് തകർക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് 25 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ റിമാൻഡിലുള്ളത്. അതിൽ ആദ്യം അറസ്റ്റ് ചെയ്ത 5 പേരാണ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം കോടതി വിശദമായി വാദം കേട്ടിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഈ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തത്. ഉത്തരവിന്റെ പുറത്തിറക്കിയപ്പോഴാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളുള്ളത്. കാരണം ഇത് രാജ്യത്തിനെതിരായ അതിക്രമമാണ്. ഈ പ്രതികൾക്ക് ജാമ്യം നൽകി പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് രാജ്യത്തിന് തന്നെ പൊതുജനങ്ങൾക്ക് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. കാരണം എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യം ചാനലുകളിലൂടെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഈ പ്രതികൾക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ ഇനിയും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടും. അതൊരു തെറ്റായ സന്ദേശമാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപന കാരണമല്ല ഇതിന്റെ പിന്നിൽ. ഇത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടത്തിയ ഒരു അക്രമമായിരുന്നു. അത് മാത്രമല്ല ഇ.ഡി. ഉദ്യോഗസ്ഥരെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു അക്രമമായിരുന്നു ഇത് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ഇത് മാത്രമല്ല ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത് ഇ.ഡിയുടെ ഉടമസ്ഥതയിലുള്ള കാറുകളല്ല, മറിച്ച് ഇ.ഡി. ഉദ്യോഗസ്ഥർ എത്തിയ ടാക്സി കാറുകളാണ്. പക്ഷേ ആ വാഹനങ്ങൾ അടിച്ചു തകർത്ത സംഭവം അത് പൊതുമുതൽ നശിപ്പിച്ചതാണ്. അതും വലിയ കുറ്റകൃത്യമായി കോടതി കണക്കാക്കുന്നു. എന്തായിരുന്നാലും സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അക്രമം നടന്നു കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾക്ക് അപ്പുറം ഇത് രാജ്യത്തിനെതിരായ കുറ്റമാണ്. മനഃപൂർവ്വമുണ്ടായ ഒരു പെട്ടെന്നുണ്ടായ പ്രകോപന കാരണമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഇ.ഡി. ഉദ്യോഗസ്ഥരെ കൊല്ലണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തിയ കൊലപാതകം എന്നുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഗുരുതരമായ പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.